അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ആരാകണം എന്ന് തീരുമാനിക്കുന്ന ക്യാപ്റ്റൻസി നോമിനേഷൻസ് ലൈവിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. 3 വോട്ടുകളോട് കൂടി അക്ബർ, 6 വോട്ടുകളോട് കൂടി ആര്യൻ, 7 വോട്ടുകളോടെ നെവിനും നോമിനേറ്റഡ് ആയിട്ടുണ്ട്. ഈ 3 പേരിൽ ഒരാളായിരിക്കും അടുത്ത ആഴ്ച വീടിനെ നയിക്കാൻ പോകുന്നത്. അനീഷിൻ്റെ പേരൊക്കെ ചിലർ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ അനീഷിനെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. കാരണം അനീഷ് ഓൾറെഡി ജയിലിലേക്ക് നോമിനേറ്റഡ് ആയ ആളാണ്. ജയിലിലേക്ക് നോമിനേറ്റഡ് ആയ ഒരാൾക്ക് ക്യാപ്റ്റൻസി നോമിനേഷൻസിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അത് സത്യം പറഞ്ഞാൽ അൺഫെയർ ആയിപ്പോയി. കാരണം കഴിഞ്ഞ വീക്കിൽ ഏറ്റവും അധികം വളരെ നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത്. വീക്കിലി ടാസ്കിൽ 2ാം പൊസിഷൻ അനീഷിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. മികച്ച രീതിയിൽ തന്നെയാണ് വീക്കിലി ടാസ്ക് കളിച്ചത്. ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു അനീഷ് ക്യാപ്റ്റൻസി നോമിനേഷൻസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അനീഷിന് അത് സാധിച്ചില്ല. അതുമാത്രമല്ല, അനീഷ് ജയിലിൽ പോകാൻ തീരെ അർഹിക്കുന്നുണ്ടായിരുന്നില്ല. അനീഷിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതും സത്യം പറഞ്ഞാൽ അൺഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. അനുമോളും ടാസ്ക് നന്നായിട്ട് തന്നെയാണ് കളിച്ചത്, വീക്കിലി ടാസ്ക്. പക്ഷേ അനുമോൾ ശരിക്കും ജയിലിൽ പോകാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ആൾ തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച അവിടെ നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുമോൾ തന്നെ ഈ ഒരാഴ്ച ജയിലിൽ പോകേണ്ടത് അനിവാര്യമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അനുമോൾ ടാസ്ക് നന്നായിട്ട് കളിച്ചെങ്കിലും ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാത്തത് അൺഫെയർ ഒന്നുമല്ല. പക്ഷേ അനീഷിൻ്റെ കാര്യത്തിൽ അത് അൺഫെയർ ആയിട്ട് തോന്നി. കാരണം ജയിലിലേക്ക് പോകാൻ ഒരു അർഹത ഉണ്ടായിരുന്ന ആളല്ല. അപ്പോൾ അയാൾക്ക് ഒരു ക്യാപ്റ്റൻസി കിട്ടാനുള്ള ഒരു ചാൻസ് നഷ്ടമായി. അത് അൺഫെയർ ആയിപ്പോയി. എന്തായാലും 3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്: അക്ബർ, ആര്യൻ, നെവിൻ. ഈ 3 പേരിൽ ഒരാളായിരിക്കും ക്യാപ്റ്റൻ. ഇവരിൽ ആരാകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.